ഹായ് ഗായ്സ്, നമ്മളാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എൻ്റെ സ്കിന്നാണെങ്കിൽ ഒരു വർഷം മുന്നേ തൊട്ട് ഭയങ്കര ഡാർക്ക് ആൻഡ് ഡള്ളായിരുന്നു. ഞാൻ അത് ഒരു വർഷം ടൈം എടുത്താണ് ഇമ്പ്രൂവ് ചെയ്തെടുത്തത് കേട്ടോ. അത്രയ്ക്കും ഫെയർ ആയിട്ടും ഇല്ല, എന്നാൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഞാൻ വീട്ടിൽ തന്നെ യൂസ് ചെയ്ത കുറച്ച് പാക്കുകളൊക്കെ ഉണ്ട്. നാച്ചുറലി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന പാക്കുകളുണ്ട്, നാച്ചുറലായിട്ടുള്ള. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയ കുറച്ച് പാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കിന്ന് നല്ല വെളുത്ത് ഭയങ്കര വെള്ളം പാണ്ടുപിടിക്കാൻ കണക്കല്ല, പക്ഷെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ആണെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. അത്യാവശ്യം ഒരു മാറ്റമൊക്കെ വരും. എൻ്റെ ഫേസും നെക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല ബ്രൈറ്റണൊന്നും ആയിട്ടൊന്നും ഇല്ല, പക്ഷെ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടി ഞാൻ കുറച്ച് യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പ്രൊഡക്ട്സ് അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്ത് കുറച്ച് പ്രൊഡക്റ്റുകൾ, മാസ്ക്, നമ്മുടെ കൈപ്പൊടികളെന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത്. നമ്മൾ ഏത് പാക്ക് ഇടാന്നതിനും മുന്നേയും ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു വെറ്റായിട്ടുള്ള ഒരു ഫേസിനകത്ത് വേണം നമ്മൾ പാക്ക് ഇടാൻ വേണ്ടി. നമ്മൾ ഇന്ന് പാക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് പയർ പൊടിച്ച് നമ്മൾ മിക്സി തന്നെ ജസ്റ്റ് ഒന്ന് വറുത്തൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ പയർ പൊടിയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫേസിലിട്ടാൽ മതി. നമ്മളിത് പണ്ട് തൊട്ടേ കാണുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും എല്ലാം പണ്ടുള്ളവർ പറയത്തില്ലേ പയറോടിയിട്ട് കുളിക്കണം എന്നൊക്കെ, അതേപോലെ പയറും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ഇന്ന് ഇടുന്നത് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാട്ടോ ഇത്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇത് പൗഡർ ചെയ്ത് നമ്മൾ ബാത്റൂമിൽ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ നമുക്ക് കുളിക്കാൻ നേരത്ത് നമ്മൾ ഫേസ് വാഷിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടാൽ മതി. ഞാൻ ഇതൊരു 20 മിനിറ്റ്സ് ആട്ടോ വെക്കും. നമ്മൾ ഏത് പാക്കാണെങ്കിലും ഒരു 20 മിനിറ്റ്സേ വെക്കാവുള്ളൂ. അതിൽ കൂടുതൽ നമ്മുടെ ഫേസിൽ വെക്കാൻ പാടില്ല എന്നാട്ടോ. അങ്ങനെ നമ്മളത് വെച്ച് കഴിഞ്ഞ് ഞാൻ വാഷ് ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വരും കേട്ടോ ഫേസിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ടാറ്റാ.